ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ സമരം കടുപ്പിക്കുന്നു. ഇന്നു മുതൽ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകൾ നടക്കില്ല. സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടേഴ്സ് സമരം കടുപ്പിക്കുന്നു. അനിശ്ചിതകാല ഒപി, അധ്യാപന ബഹിഷ്കരണം തുടരുന്നതിനോടൊപ്പം ഇന്നു മുതൽ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും നിർത്തിവെക്കുമെന്ന് KGMCTA വ്യക്തമാക്കി. ഡോക്ടർമാർ സെക്രട്ടേറിയറ്റിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തും. ഫെബ്രുവരി 26 മുതൽ എല്ലാ പരീക്ഷാ ജോലികളിൽ നിന്നും വിട്ടുനിൽക്കുമെന്നും KGMCTA വ്യക്തമാക്കി. മെഡിക്കൽ കോളേജ് ഡോക്ടർമാർക്ക് പിന്തുണയുമായി PG ഡോക്ടർമാരുടെ സംഘടനയും രംഗത്തെത്തി. എങ്കിലും പിന്നീട് OP ബഹിഷ്കരണം പിൻവലിക്കുകയായിരുന്നു. ട്രംപിന്റെ ബോർഡ് ഓഫ് പീസിന്റെ ആദ്യ യോഗം ഇന്ന്. 20-ലധികം രാജ്യങ്ങൾ പങ്കെടുക്കും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അധ്യക്ഷതയിലുള്ള ബോർഡ് ഓഫ് പീസിന്റെ ആദ്യ യോഗം ഇന്ന് വാഷിംഗ്ടണിൽ ചേരും. 20-ലധികം രാജ്യങ്ങൾ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. ഗസയിലെ പുനർനിർമ്മാണത്തിനും മാനുഷിക പ്രവർത്തനങ്ങൾക്കുമായി അംഗരാജ്യങ്ങൾ $5 ബില്യൺ വാഗ്ദാനം ചെയ്തിട്ടുള്ളതായി യോഗത്തിൽ ട്രംപ് പ്രഖ്യാപിക്കുമെന്നും വൈറ്റ് ഹൌസ്. ഗസയിൽ അന്താരാഷ്ട്ര സമാധാന സേനയ്ക്കായി അംഗരാജ്യങ്ങൾ ആയിരക്കണക്കിന് സൈനികരെ നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും വൈറ്റ് ഹൌസ്. അന്താരാഷ്ട്ര സമാധാന സമിതിയിൽ അംഗമാകില്ലെന്ന് വത്തിക്കാന്റെ തീരുമാനം ദൌർഭാഗ്യകരമെന്നും വൈറ്റ് ഹൌസ്. ജനുവരി 23 സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ വെച്ചാണ് ട്രംപ് സമാധാന സമിതി സ്ഥാപിക്കുന്നതിനുള്ള രേഖകളിൽ ഒപ്പുവച്ചത്. ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതി പ്രമേയം വഴി സമാധാന സമിതിയെ അംഗീകരിച്ചിരുന്നു. സമിതി ഐക്യരാഷ്ട്രസഭയ്ക്ക് ബദലാകുവാനുള്ള ശ്രമമാണെന്ന് ആരോപിച്ച് ബ്രിട്ടനും ഫ്രാൻസും നോർവേയും സമിതിയിൽ അംഗമാകില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇസ്ലാം മതവിശ്വാസികൾക്ക് ഇനി വ്രതാനുഷ്ഠാനങ്ങളുടെ നാളുകൾ. കേരളത്തിൽ ഇന്ന് റമദാൻ 1. നോമ്പിലൂടെയും പ്രാർത്ഥനയിലൂടെയും ആത്മശുദ്ധീകരണത്തിന്റെ ഒരു മാസം. വിശ്വാസികൾക്കിത് പുണ്യകാലം. മറ്റുള്ളവന്റെ വേദന തന്റേതാകുന്ന ആത്മസമർപ്പണത്തിന്റെ 30 ദിവസം. പകൽ മുഴുവൻ ആഹാരപാനീയങ്ങൾ ഉപേക്ഷിച്ചുള്ള വ്രതാനുഷ്ഠാനം. രാത്രി വൈകി വരെയുള്ള പ്രാർത്ഥനയും ഖുർആൻ പാരായണവും. തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കാത്തവന്റെ നോമ്പ് വെറും വിശപ്പ് മാത്രമായിരിക്കും എന്നാണ് പ്രവാചക വചനം. പരിശുദ്ധ ഖുർആൻ ആദരിച്ച മാസമാണ് റമദാൻ. അതുകൊണ്ടാണ് റമദാന് ഇത്രയേറെ പവിത്രത കൽപ്പിക്കപ്പെടുന്നതും. ഈ മാസത്തിൽ ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾക്ക് അല്ലാഹു വലിയ പ്രതിഫലം നൽകും എന്നാണ് വിശ്വാസം. അടുത്ത ഒരു വർഷത്തേക്കുള്ള ഊർജ്ജം സംഭരിക്കുവാനുള്ള കാലം കൂടിയാണ് വിശ്വാസികൾക്ക് ഈ ഒരു മാസം. പള്ളികളും ഭവനങ്ങളും വിശുദ്ധ മാസത്തിന് നേരത്തെ തന്നെ ഒരുങ്ങിയിരുന്നു. വിവിധയിടങ്ങളിൽ മുസ്ലിം സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ മതപ്രഭാഷണങ്ങളും നടക്കും. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ മരിച്ച നവജാത ശിശുവിന്റെ മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും. തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ മരിച്ച നവജാത ശിശുവിന്റെ മൃതദേഹം ഇന്ന് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്യും. ഇന്നലെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ആരോപണ വിധേയയായ ഡോക്ടർ ബിന്ദു സുന്ദറിനെ സസ്പെൻഡ് ചെയ്തതോടെയാണ് മൃതദേഹം ഏറ്റെടുക്കുവാൻ ബന്ധുക്കൾ തയ്യാറായത്. പരാതി അന്വേഷിക്കുവാൻ നിയോഗിച്ച വിദഗ്ധ സംഘം ആശുപത്രിയിലെത്തി വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ഉടൻ റിപ്പോർട്ട് കൈമാറും. ഡോക്ടറെ സസ്പെൻഡ് ചെയ്തതോടെ കുടുംബം പ്രതിഷേധം അവസാനിപ്പിക്കുകയായിരുന്നു. ഡോക്ടർ ബിന്ദു സുന്ദർ പുനലൂരിലേക്ക് സ്ഥലം മാറ്റി ഉത്തരവിറക്കിയെങ്കിലും കുടുംബം പ്രതിഷേധം അവസാനിപ്പിക്കുവാൻ തയ്യാറായിരുന്നില്ല. സൂപ്രണ്ടിനെ ഉപരോധിച്ച് പ്രതിഷേധം നടന്നു. പിന്നാലെയാണ് നടപടി. ഡോക്ടർക്കെതിരെ നടപടി സ്വീകരിക്കാതെ കുഞ്ഞിന്റെ മൃതദേഹം ഏറ്റുവാങ്ങില്ലെന്നായിരുന്നു തീരുമാനം. ആശുപത്രിക്ക് മുൻപിൽ വിവിധ രാഷ്ട്രീയ സംഘടനകൾ പ്രതിഷേധ മാർച്ച് നടത്തി. ശബരിമല സ്വർണ്ണപ്പാളികളുടെ സാമ്പിൾ പരിശോധന ജംഷഡ്പൂരിലെ ലാബിൽ പരിശോധിക്കുവാൻ തീരുമാനം. ശബരിമല ശ്രീകോവിലിലെ സ്വർണ്ണപ്പാളികളുടെ സാമ്പിളുകൾ വിദഗ്ധ പരിശോധനയ്ക്ക് അയക്കുന്ന കാര്യം പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കും. ജംഷഡ്പൂരിലേക്കാണ് സാമ്പിളുകൾ അയക്കുക. സ്വർണ്ണക്കൊള്ളയിൽ ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസിലാണ് SIT വിവരം അറിയിക്കുക. ജസ്റ്റിസുമാരായ വി രാജ, വിജയരാഘവൻ, KV ജയകുമാർ എന്നിവരുടെ ദേവസ്വം ബെഞ്ചാണ് വിഷയം പരിഗണിക്കുന്നത്. കൊടിമര പുനഃപ്രതിഷ്ഠയിലെ ക്രമക്കേടുകൾ അന്വേഷിക്കുവാൻ പ്രത്യേക സംഘം രൂപീകരിച്ച കാര്യം വിജിലൻസും ഹൈക്കോടതിയെ അറിയിക്കും. 30 ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കുവാനാണ് ഹൈക്കോടതി നിർദ്ദേശം. കൊടിമര നിർമ്മാണത്തിന് ഉപയോഗിച്ച സ്വർണത്തിന്റെ കണക്കുകളിൽ പൊരുത്തക്കേടുണ്ടെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു. പുട്ട് രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. സേവ് ബോക്സ് തട്ടിപ്പ്. നടൻ ജയസൂര്യക്കെതിരെ ED നടപടി. സെലിബ്രിറ്റികൾക്കിത് പാഠം. പണം ലഭിച്ചാൽ ഏത് പ്രോഗ്രാമിലും പങ്കെടുക്കും. ബ്രാൻഡ് അംബാസിഡറാവും. ഇതാണ് ചില താരങ്ങളുടെ നിലപാട്. വ്യാജന്മാരും വൻകിട തട്ടിപ്പ് സംഘവും എളുപ്പത്തിൽ തങ്ങളുടെ സ്ഥാപനത്തെ ജനകീയമാക്കുവാൻ ഉപയോഗിക്കുന്ന മാർഗം സെലിബ്രിറ്റികളെ ബ്രാൻഡ് അംബാസിഡറാക്കുക എന്നതാണ്. ബിസിനസ് തട്ടിപ്പായാലും വെട്ടിപ്പായാലും കുഴപ്പമില്ല.
തങ്ങൾക്ക് പണം ലഭിക്കണം എന്ന് മാത്രമാണ് ചില സെലിബ്രിറ്റികൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ പണം വാങ്ങി ഇത്തരം സ്ഥാപനങ്ങൾക്ക് വേണ്ടി അഭിനയിക്കുന്ന താരങ്ങളും ഇനി ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ നിയമ നടപടി നേരിടേണ്ടി വരും. ഡച്ച് പോരാട്ട വീര്യത്തിന് മുൻപിൽ വീഴാതെ ടീം ഇന്ത്യ 4ാം മത്സരത്തിൽ നെതർലാൻഡിനെ 17 റൺസിന് തോൽപ്പിച്ചു. 2020 ലോകകപ്പ് ഗ്രൂപ്പ് റൌണ്ടിൽ ഇന്ത്യയ്ക്ക് സമ്പൂർണ്ണ ജയം. 4ാം മത്സരത്തിൽ നെതർലാൻഡ്സിനെ 17 റൺസിന് തോൽപ്പിച്ചു. ഓൾറൌണ്ട് പ്രകടനം കാഴ്ചവെച്ച ശിവം ദുബെയാണ് കളിയിലെ താരം. 194 റൺസ് ലക്ഷ്യത്തിലേക്ക് ബാറ്റെടുത്ത നെതർലാൻഡ്സ് നന്നായി തുടങ്ങിയെങ്കിലും വരുൺ ചക്രവർത്തിയുടെ വരവോടെ ലക്ഷ്യം തെറ്റി. 3 ഓവറിൽ വെറും 14 റൺസ് മാത്രം വഴങ്ങി വരുൺ മടക്കിയത് 3 പേരെയാണ്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.